Good morning dear students. Welcome to today's online class. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പ്രൊപ്രൈറ്ററി കൺസേൺസിലെ ചില അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒന്നോ രണ്ടോ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, എങ്കിലും അതിൽ വരുന്ന ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ ഒരു രണ്ടോ മൂന്നോ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ കൂടി, സൊല്യൂഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടി സോൾവ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ചിലപ്പോൾ 2 ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻ ആയതോടുകൂടി ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കുറഞ്ഞു വരികയാണ്. വലിയ ക്വസ്റ്റ്യൻസ് എടുക്കും തോറും ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 99 പ്രോബ്ലം നമ്പർ 6 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികളെ ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ മോഹൻ ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ് ഗിവൺ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2018 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ട്രയൽ ബാലൻസ് ആണ്, ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 23,000, ക്യാഷ് ഇൻ ഹാൻഡ് 150, cash at bank 1,250, sundry creditors 10,500, commission 5,500, trade expenses 1,100, sales 1,55,000, sales returns 5,000. Then salaries 2,500, carriage outwards 500, rent 2,000, insurance premium 2,000, advertisement 2,000, bills payable 6,000, purchases adjusted 1,29,500. ഈ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് വരിക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. പർച്ചേസ് റിട്ടേൺസ് 1,200, ഡിസ്കൗണ്ട് അലൗഡ് 1,000, ഡിസ്കൗണ്ട് റിസീവ്ഡ് 800. സ്റ്റോക്ക് ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, തെറ്റ് വരാൻ സാധ്യതയുണ്ട്. സ്റ്റോക്ക് ആസ് ഓൺ 31st December 2018 10,000. സൺട്രി ഡെപ്റ്റേഴ്സ് 32,000, ബിസിനസ് പ്രെമിസസ് 34,000, ക്യാപിറ്റൽ 86,000, ഡ്രോയിങ്സ് 5,000, ഡയറക്റ്റ് വേജസ് 7,000, ഇൻഡയറക്റ്റ് വേജസ് 1,500, ബിൽസ് റിസീവബിൾ 2,500, rent outstanding 500, commission accrued 500, depreciation on business premises 1,000, income tax 2,000. Total 2,65,500. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. Goods of the cost of ₹500 were given as free samples. Second point, provide 5% for doubtful debts and 2% for discount on debtors. Third point, commission to be provided for works manager at 5% of gross profit. നാലാമത്തെ പോയിന്റ്, a fire occurred on 28th December 2018 in the godown and stock of the value of ₹2,500 was destroyed. It was fully insured and the insurance company admitted the claim in full. Fifth point, transfer 4% of net profit to reserve. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിവ് പോലെ സാധാരണ പോലെ തുടങ്ങുക ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക, അല്ലേ? ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഒരു പുതിയ സ്ഥാപനം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്തുണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. കാരണം കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു ബിസിനസ് ആണെങ്കിൽ, അതായത് ഈ വർഷം തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ വർഷമാണത് ബിസിനസ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എല്ലാ കേസുകളിലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇയറിലും ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പിന്നെന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതായത് ബിസിനസ്സിൽ ഒരു കണ്ടിന്യൂയിങ് ബിസിനസ്സിൽ ഒരിക്കലും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ലാതിരിക്കില്ല. ഇവിടെയും ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് അഡ്ജസ്റ്റഡ് പർച്ചേസാണ്. അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്കത്
കുട്ടികളതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ട് അവിടെ. അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ്. ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എന്തെങ്കിലും ഹിൻഡ് തരികയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ നമ്മൾ എന്ത് കാണണം? റിയൽ പർച്ചേസസ് കാണണം. അപ്പോൾ റിയൽ പർച്ചേസസ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റഡ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിയൽ അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള പർച്ചേസ് കിട്ടും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് തന്നിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് കാണാൻ ഉള്ള ഹിൻറ്റുകളൊന്നും തന്നെ ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ വരില്ല എന്ന് മനസ്സിലാക്കുക. ടു അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞ് പർച്ചേസ്, ഇപ്പോൾ ഇവിടെ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് എഴുതേണ്ട കാര്യമില്ല. പർച്ചേസ് വേണമെങ്കിൽ അഡ്ജസ്റ്റഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. അഡ്ജസ്റ്റഡ് എമൗണ്ട് കോളത്തിൽ 1,29,500. അപ്പോൾ ഇതുകൊണ്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഈ ക്വസ്റ്റ്യനിൽ പറയാത്തത്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല, കാരണം അത് അഡ്ജസ്റ്റഡ് ആണ് കേട്ടോ. പക്ഷേ റിട്ടേൺസ് ഒക്കെ ഇതിൽ നിന്ന് തന്നെ കുറയ്ക്കണം. ലെസ് റിട്ടേൺസ് വന്നിട്ട് 1,200 ആണ്. $1,200. അതിവിടെ തന്നെ എഴുതാനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം ഇവിടെ ലെസ് നമുക്ക് ഫ്രീ സാമ്പിൾസ് ഉണ്ട്. ഫ്രീ സാമ്പിൾസ് എവിടെ നിന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ നിന്ന് കുറയ്ക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 500 ആണ്. അപ്പോൾ 1,27,800. 1,27,800 പർച്ചേസസിൻ്റെ എമൗണ്ട് വരുന്നത്. ഇനി ഇവിടെ ബൈ സെയിൽസ്. സെയിൽസിൻ്റെ എമൗണ്ട് 1,55,000 ആണ്. 1,55,000 ആണ് സെയിൽസിൻ്റെ എമൗണ്ട്. റിട്ടേൺസ് ഉണ്ട്. പ്ലസ് റിട്ടേൺസ് 5,000 ആണ്, 5,000. അപ്പോൾ ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൾ കഴിഞ്ഞു. ഓപ്പണിംഗ് സ്റ്റോക്ക് അത് എഴുതാനില്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസസ് ലെസ് റിട്ടേൺസ് ലെസ് ഫ്രീ സാമ്പിൾസ്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഫ്രീ സാമ്പിൾസ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റഡ് പർച്ചേസും നമ്മളെ സംബന്ധിച്ച് പുതിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡെബിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് അതൊക്കെ ഡെബിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക്, സൺട്രി, ക്രെഡിറ്റേഴ്സ്, കമ്മീഷൻ, ട്രേഡ് എക്സ്പെൻസ്, സെയിൽസ് റിട്ടേൺ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വായിച്ച് നോക്കുക. 1 by 1 ആയിട്ട് ടിക്ക് ചെയ്ത് പോവുക. അല്ല, എടുക്കുന്നത് മാത്രം ടിക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് വേജസ് ഉണ്ട്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് വേജസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡയറക്റ്റ് വേജസും ഇൻഡയറക്റ്റ് വേജസും അടുത്തടുത്താണ് തന്നിട്ടുള്ളത്. അതിൽ ഇൻഡയറക്റ്റ് വേജസ് നമുക്കറിയാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ടത് P&L അക്കൗണ്ടിലാണ്. അപ്പോൾ ഡയറക്റ്റ് വേജസ് മാത്രം എടുക്കുക, 7,000 7,000. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡയറക്റ്റ് വേജസ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടൊന്നും കാണാനില്ല. ഇനി ബൈ സൈഡിൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എഴുതാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞ കാരണത്താൽ, അതായത് അഡ്ജസ്റ്റഡ് പർച്ചേസസിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉള്ള കാരണം കൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എഴുതേണ്ടതില്ല. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ TBയിൽ ട്രയൽ ബാലൻസിലാണ് എന്ത് തന്നിട്ടുള്ളത്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. സാധാരണ ഇത്തരം ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണല്ലോ തരാവുന്നത് അല്ലെങ്കിൽ തരുന്നത് അല്ലേ. അപ്പോൾ അത് തന്നിട്ടുള്ളത് നമ്മുടെ ട്രയൽ ബാലൻസിലാണ്, 10,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രയൽ ബാലൻസിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് അത് എവിടേക്കുള്ള മാത്രമാണ്, അത് ഒരു അസറ്റായിട്ട് എവിടേക്ക് പോകാനുള്ളതാണ്, ബാലൻസ് ഷീറ്റിലേക്ക് പോകാനുള്ളതാണ് അല്ലേ. അപ്പോൾ ഇനി അവിടെ ഒന്നും എഴുതേണ്ടതില്ല ബൈ സൈഡിൽ. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരും. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു നാലാമത്തെ പോയിന്റ്, ഫയർ ഒക്കേർഡ് ഓൺ 28th December 2018 in the godown and stock of the value of rupees 2,500 was destroyed. It was fully insured and the insurance company admitted the claim in full. അപ്പോൾ ഇവിടെ നഷ്ടമൊന്നുമില്ല, പക്ഷെ 2,500 രൂപയുടെ ഗുഡ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ബൈ ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ 2,500. ഇത്രയേ ഉള്ളൂ. ഇനി വേറൊന്നും നമുക്ക് എഴുതാനില്ല. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, ടോട്ടൽ ചെയ്യുക, 1,52,500. $52,500. 1,52,500 നിന്ന് ഇത് കുറയ്ക്കുക. 1,27,800 7,000 കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 17,700. 17,700 അതിനെ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇവിടെ ബൈ സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 17,700 ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് P&L അക്കൗണ്ടാണ്. എല്ലാ ഇൻഡയറക്റ്റ് ഐറ്റംസും എഴുതാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടത്. അതിന് മുൻപായിട്ട് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള എക്സാമിനേഷന് വരാവുന്ന ചില സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുകയാണ്. ഇവിടെ പർച്ചേസസ് അഡ്ജസ്റ്റഡ് പർച്ചേസ് വന്നു കഴിഞ്ഞു അല്ലേ. അഡ്ജസ്റ്റഡ് പർച്ചേസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ ഗതിയിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ഇവിടെ എഴുതാത്തത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതിയിട്ടില്ല, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് സാധാരണയായിട്ടൊരു സംശയം തോന്നും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്ത് പർച്ചേസ് കണ്ടുപിടിച്ചിട്ട് എഴുതിക്കൂടെ? അത് എഴുതാമായിരുന്നു അല്ലേ, എഴുതാമായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാൻ എന്തെങ്കിലും ഹിൻറ്റ് തരണം. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ 5,000 ദാൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നോ
അങ്ങനെ എന്തെങ്കിലും ഒരു ഹിൻറ്റ് തന്നാൽ മാത്രമേ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ യാതൊരു ഹിൻറ്റും തന്നിട്ടില്ല. ഓപ്പണിംഗ് സ്റ്റോക്കിലേക്ക് എത്താൻ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അഡ്ജസ്റ്റഡ് പർച്ചേസ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും ഒഴിവാക്കിയതിൻ്റെയും കാരണം അതാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒഴിവാക്കി ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഫ്രീ സാമ്പിൾസ് ആണ്. ഫ്രീ സാമ്പിൾസ് 500 രൂപയുടെ ഫ്രീ സാമ്പിൾ കൊടുത്തു. ഇപ്പോൾ ഒരു പുതിയ സോപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ സോപ്പ് ഇറക്കുന്ന കമ്പനിക്കാരൻ അവരെന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഫ്ലേവറിൻ്റെ സോപ്പ് മാർക്കറ്റിൽ ഇറക്കി അല്ലേ. അപ്പോൾ ആ സോപ്പിൻ്റെ ചെറിയ സാമ്പിൾ സോപ്പുകൾ നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചതാണ്. അത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് ഒരെണ്ണം ഫ്രീ ആയിട്ട് സാമ്പിളായിട്ട് കൊടുക്കും അല്ലേ. അവരത് ഉപയോഗിച്ച് നോക്കി പറ്റും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായെങ്കിൽ അത് വീണ്ടും അവരെന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻ്റ് എക്സ്പെൻസസിലാണ് അത് വരിക. അപ്പോൾ അതിന് വരുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത് നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള സ്റ്റോക്കിൽ നിന്നാണ്, പർച്ചേസസിൽ നിന്നാണ് അല്ലേ. അപ്പോൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള സ്റ്റോക്കിൽ നിന്ന് കൊടുക്കുന്ന ഫ്രീ സാമ്പിൾ നമ്മൾ അവിടെ നിന്ന് കുറയ്ക്കണം അല്ലേ. ഇതിനെന്ത് ചെയ്യണം, P&L അക്കൗണ്ടിൽ അടുത്ത അക്കൗണ്ടിൽ അത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം കേട്ടോ. അത് ആണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ആണ്. അതായത് തീപിടുത്തം മൂലം ഗുഡ്സ് നശിച്ചു പോയി. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് വേറെ നഷ്ടമൊന്നും വരില്ല. എന്താ കാരണം, ഇത് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലെയിം 2500 രൂപയുടെ മുഴുവനായിട്ടുള്ള ക്ലെയിം ആ ഇൻഷുറൻസ് കമ്പനി അഡ്ജസ്റ്റ് ചെയ്ത് അത് അവരെ അഡ്മിറ്റ് ചെയ്തു അല്ലേ, അവരെ ഏറ്റെടുത്തു. അപ്പോൾ നമുക്കിവിടെ വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോയ കാരണം കൊണ്ട് അത് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അത് ക്രെഡിറ്റ് ചെയ്യാതെ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ബൈ ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ എന്ന് പറഞ്ഞ് നമ്മളത് ക്രെഡിറ്റ് ചെയ്തു ട്രേഡിംഗ് അക്കൗണ്ടിൽ. അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എവിടെ എഴുതണം, അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമുക്ക് കിട്ടാനുള്ള എന്താണ്, ഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ എന്ന് പറഞ്ഞ് 2500 രൂപ നമുക്ക് കിട്ടാനുള്ളതാണ്, റിസീവ് ചെയ്യാനുള്ളതാണ്. അതവിടെ എഴുതുകയും വേണം. ഇത്രയാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുട്ടികളെ സംബന്ധിച്ച് പുതിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് +2 പഠിച്ചിട്ടുണ്ടാവും, +1 എങ്കിലും ഇപ്പോൾ ഇത് പുതിയതായിട്ടാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് P&L അക്കൗണ്ടിലേക്ക് പോവാം. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പതിവ് പോലെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. എന്നിട്ടേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അതിൽ ആദ്യം വരുന്ന ഐറ്റംസ് എടുത്ത് എഴുതുക. അപ്പോൾ ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതൊക്കെ അസറ്റിൻ്റെ ഭാഗമാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്. കമ്മീഷൻ എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. കമ്മീഷൻ നമുക്ക് 5500 ആണ് കമ്മീഷൻ റിസീവ്ഡ് ആണത്. $5,500 കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ എഴുതുക. ദെൻ കമ്മീഷൻ കഴിഞ്ഞാൽ ട്രേഡ് എക്സ്പെൻസസ്. നമുക്കിതിനൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഞാനത് നോക്കിയിട്ടില്ല. ട്രേഡ് എക്സ്പെൻസസ് 1100. അഡ്ജസ്റ്റ്മെൻ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രീ സാമ്പിള്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട്, ദെൻ കമ്മീഷൻ ടു ബി പ്രൊവൈഡഡ് ഫോർ വർക്ക്സ് മാനേജർ, ഫയർ ഒക്കേർഡ്, നെറ്റ് പ്രോഫിറ്റ് റിസർവിലേക്ക് മാറ്റുക. ഇത്രയാണ്. അപ്പോൾ വേറെ ഐറ്റംസിലൊന്നും, അതായത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അധികം കാണാനില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ട്രേഡ് എക്സ്പെൻസസ്, സെയിൽസ് റിട്ടേൺ, ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. സാലറീസ് എഴുതുക 2500. സാലറീസ് എഴുതുക.
സാലറീസ് കഴിഞ്ഞാൽ അടുത്ത് കാരേജ് ഔട്ട്വേർഡ്സ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്ന ഐറ്റംസ് ആണ്. കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സെയിൽസ്. ദെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻഡയറക്റ്റ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് ഇവിടെയാണ് വരിക. കാരേജ് ഔട്ട്വേർഡ്സ്. റെൻറ്റ് 2000. റെൻറ്റ്. അടുത്ത ഐറ്റം ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം അതിൻ്റെ ഇവിടെ പ്രീപെയ്ഡ് ഒന്നും കാണാനില്ല. ഇൻഷുറൻസ് പ്രീമിയം 2000 തന്നെ. അടുത്ത ഐറ്റം അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻ്റ് ഒരു 2000 രൂപയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഐറ്റം കണ്ടില്ലേ, അഡ്വർടൈസ്മെൻറ്റ് 2000 രൂപയാണ്. പക്ഷേ ആഡ് എന്താണ്, ഫ്രീ സാമ്പിൾസ്. ഫ്രീ സാമ്പിൾസ് ആയിട്ട് നമ്മൾ കുറച്ച് ഐറ്റം കൊടുത്തു. അത് എന്തായിട്ടാണ് കാണേണ്ടത്? അത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 500 രൂപയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ 2500 രൂപ എന്തായിട്ട് എഴുതണം? അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് എഴുതണം. അത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ബിൽസ് പേയബിൾ ലയബിലിറ്റി ആയിട്ടാണ്. പർച്ചേസ് നമ്മൾ എടുത്തു, പർച്ചേസ് റിട്ടേൺ എടുത്തു. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുള്ളതാണ്. ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് നേരത്തെ പറഞ്ഞു. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും സെപ്പറേറ്റ് എഴുതാണ് നല്ലത് എന്ന് പറഞ്ഞു. എഴുതാം എന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ഉണ്ട് എങ്കിലും ഇത് നമുക്കുള്ള പോലെ എഴുതി പോകാൻ കുഴപ്പമില്ല. ഡിസ്കൗണ്ട് അലൗഡ് 1000. തൊട്ട് താഴെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു 800 ഉണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് 800. അപ്പം അത് നമ്മുടെ ഇൻകത്തിൽ എഴുതുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് 800. ഇതിനത് രണ്ടും കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് കഴിഞ്ഞാൽ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ തന്നാൽ അത് എവിടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. അടുത്ത സൺഡ്രി ഡെപ്റ്റേഴ്സ്, ബിസിനസ് പ്രെമിസസ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് 1500. ബിൽസ് റിസീവബിൾ അസറ്റാണ്. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ തരുമ്പോൾ റെൻ്റ് നമ്മൾ ഓൾറെഡി 2000 രൂപ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ട്രയൽ ബാലൻസിൽ വരുമ്പോൾ ഈ 2000-ൽ അത് ഇൻക്ലൂഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അത് എവിടെ എഴുതാനുള്ളതാണ്? ലയബിലിറ്റി ആണ്, കൊടുത്തു തീർക്കാനുള്ളതാണ്. റെൻറ്റ് കൊടുക്കാനുള്ള റെൻ്റാണ്. കമ്മീഷൻ അക്രൂഡ് അതും അവിടേക്ക് പോകാനുള്ളതാണ്. ഡിപ്രീസിയേഷൻ ഓൺ ബിസിനസ് പ്രെമിസസ്. അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ഇത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡിപ്രീസിയേഷൻ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഇവിടെ മാത്രമേ വരുള്ളൂ. ഡിപ്രീസിയേഷൻ ഓൺ ബിസിനസ് പ്രെമിസസ് എത്രയാണ്? 1000. ഇനിയുള്ളത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു എന്തായിട്ടായിട്ട് ട്രീറ്റ് ചെയ്യണം? അതൊരു ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ബിസിനസ്മെൻ കൊടുക്കുന്ന, അയാളുടെ ഇൻകത്തിന് കൊടുക്കുന്ന ഒരു ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്ന് കുറയ്ക്കും വേണം? ക്യാപിറ്റലിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഗുഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ₹500 വെയർ ഗിവൺ ആസ് ഫ്രീ സാമ്പിൾസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പ്രൊവൈഡ് 5% ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ്. 5% ഡൗട്ട്ഫുൾ ഡെബ്സിന് കൊടുക്കണം. അപ്പോൾ പ്രൊവിഷൻ ഫോർ DD
എത്രയാണ്? നമ്മൾ ആദ്യം വീണ്ടും എന്ത് ചെയ്യുക? ഡെപ്റ്റേഴ്സ് എവിടെയാണെന്ന് നോക്കുക. സൺട്രി ഡെപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. എത്രയാണ്? 32,000. അതിൻ്റെ 5%. ഇവിടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ഒന്നുമില്ല. ഇപ്പം നേരിട്ട് എന്തിലേക്ക് പോവാം? ₹1,600. അടുത്തത് 1,600 കഴിഞ്ഞാൽ അടുത്തത് ആൻഡ് 2% ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ അതിനെങ്ങനെ കാണും? 32,000 എടുക്കാൻ പാടില്ല. 32,000-ൽ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു പ്രൊവിഷൻ മാറ്റി 1,600 അല്ലേ? ഈ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ഇനിയാണ് 2/100 കാണേണ്ടത്. അപ്പോൾ 32,000 മൈനസ് 1,200 ഇൻറ്റു 2%, 2/100. അപ്പോൾ 32-ൽ നിന്ന് ഒന്ന് പോയാൽ 31, 30,400. 30,400-ൻ്റെ 2% വരിക. 30,400-ൻ്റെ 2% വരുമ്പോൾ ഇവിടെ 28 0 608 രൂപ. 608 രൂപയാണ് വരുന്നത്. ഞാനിത് മായ്ക്കുന്നുണ്ട്, 30,400 ആണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ ഇത് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതാം. $30,400 × 2/100. അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് ഈ പ്രൊവിഷൻ കുറച്ചിട്ടാണ്, ന്യൂ പ്രൊവിഷൻ ഫോർ DD കുറച്ചിട്ടാണ് എന്ത് കാണാൻ പാടുള്ളൂ? ഈ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കാണാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്മീഷൻ ടു ബി പ്രൊവൈഡഡ് ഫോർ വർക്ക്സ് മാനേജർ അറ്റ് 5% ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഇത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു വേണ്ട, ഗ്രോസ് പ്രോഫിറ്റിൻ്റെ മുകളിലാണ് വർക്ക്സ് മാനേജറിന് അല്ലേ? കമ്മീഷൻ വർക്ക്സ് മാനേജേഴ്സ് കമ്മീഷൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. വർക്ക്സ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് എഴുതാവുന്നതാണ്. അത് എത്രയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? അത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ള 5%. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 17,700 അതിൻ്റെ 5%. അപ്പോൾ 885 നമ്മുടെ കമ്മീഷൻ കിട്ടുന്നത്. കമ്മീഷൻ എന്ന് പറയുന്നത് 17,700-ൻ്റെ 5%. ഇനി നമുക്ക് ഉള്ളത് റിസർവിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ട്രാൻസ്ഫർ ടു റിസർവ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ 4% റിസർവിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുക ട്രാൻസ്ഫർ ടു റിസർവ്. പിന്നെ എന്ത് ചെയ്യുക? സാധാരണ പോലെ ഇത് എഴുതി വയ്ക്കാം നമുക്ക്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്ന് എഴുതി വയ്ക്കാം. രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കാം. ടോട്ടൽ ചെയ്യാം. ടോട്ടൽ വരുന്നത് 24,000, 24,000. ഡബിൾ ലൈൻ ചെയ്യുക. അതിൻ്റെ പുറത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് റഫായിട്ടൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. കാരണം നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. അതിൽ നിന്ന് എത്ര ശതമാനമാണ് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്? 4% റിസർവിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 6,807 ആണ്. 6,807 അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. 6,807 × 4/100.
ഇതിൻ്റെ 4% നമുക്ക് എന്തായിട്ട് മാറ്റേണ്ടത്, റിസർവായിട്ട് മാറ്റേണ്ടത്. അപ്പോൾ 272 രൂപയാണ് വരിക. 272.2 ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് റൗണ്ട് ചെയ്തു 272 രൂപ. ഇനി അത് കുറച്ച് ബാക്കിയുള്ള 6535 6535 നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഞാനിവിടെ എഴുതുന്നു 6535 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇതാണ് P&L അക്കൗണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഏറ്റവും അവസാനം ട്രാൻസ്ഫർ ടു റിസർവ്, അതായത് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ പോലെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ വർക്ക്സ് മാനേജേഴ്സ് കമ്മീഷൻ, ഇത് ശ്രദ്ധിക്കുക, ഇതിവിടെ ബാലൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് ആദ്യം വേണമെങ്കിൽ എഴുതായിരുന്നു. പക്ഷേ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നത്. അത് ഗ്രോസ് പ്രോഫിറ്റ് 17,700 ആണ്, അതിൻ്റെ 5% കേട്ടോ. അതാണ് അത് എളുപ്പമാണ്. പിന്നെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഫ്രീ സാമ്പിളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് P&L അക്കൗണ്ട്. ഇനി നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് എന്തുകൂടി വരയ്ക്കണം, ബാലൻസ് ഷീറ്റ് കൂടി വരയ്ക്കണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഇത് ലയബിലിറ്റി സൈഡ്, ഇത് അസറ്റ് സൈഡാണ്. നമുക്ക് ആദ്യം അസറ്റ് സൈഡ് വർക്ക് ചെയ്യാം. ഏത് സൈഡ് വേണമെങ്കിൽ വർക്ക് ചെയ്യാം കേട്ടോ. അസറ്റ് സൈഡ് ആദ്യം ചെയ്യാം. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആദ്യം എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടൊരു പരിചയമുണ്ട് എനിക്ക്, നേരത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. ക്യാഷ് ഇൻ ഹാൻഡ് രണ്ടാമത്തെ ഐറ്റം ആയിട്ടുണ്ട് 150. 180 രൂപ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. തൊട്ട് താഴെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട് 1250. ആണ് ക്യാഷ് അറ്റ് ബാങ്ക്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും നമ്മുടെ ഈ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കുറേ ഒന്നോ രണ്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് TBയുടെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, കമ്മീഷൻ അക്രൂഡ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള കിട്ടാനുള്ള കമ്മീഷൻ അക്രൂഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് അസറ്റാണ്, ഡെബിറ്റ് കോളത്തിലാണ് കാണിച്ചിട്ടുള്ളത്. ആ ഐറ്റം എഴുതാം, കിട്ടാനുള്ള കമ്മീഷനാണ്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തരികയാണെങ്കിൽ രണ്ട് സ്ഥലത്താണ് വരിക. ഇവിടെ ഇപ്പോൾ അസറ്റായിട്ട് ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുള്ള കാരണം കൊണ്ട് അസറ്റ് സൈഡിൽ മാത്രം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കമ്മീഷൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് രണ്ട് ഡ്യുവൽ ആസ്പെക്റ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. കമ്മീഷൻ അക്രൂഡ്, ഞാൻ ഈ കമ്മീഷൻ അക്രൂഡ് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് വന്നു. അത് നമുക്കിപ്പോൾ തന്നെ എഴുതി വയ്ക്കാം. ആദ്യത്തെ ഐറ്റമായിട്ട് ലയബിലിറ്റി സൈഡിൽ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഞാനത് വായിച്ച കാരണം കൊണ്ട് മറക്കണ്ടെന്ന് വിചാരിച്ച് എഴുതി വയ്ക്കുന്നതാണ്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് തന്നെ പോവാം. ഒരു BR ഉണ്ട് തൊട്ടടുത്ത് തന്നെ, തൊട്ട് മുകളിലാണ്. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു BR ഉണ്ട്, ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് 2500. അതെടുത്ത് എഴുതാം. ഇനി നമ്മൾ ഓരോ ഐറ്റംസായിട്ട് ചെക്ക് ചെയ്യുക, എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ള ഐറ്റം 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഇതിലൊരു ഇൻഷുറൻസ് ക്ലെയിം ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനുണ്ട്.
അപ്പോൾ ഇവിടെ ലോസ് ഒന്നുമില്ല, ഫുള്ളായിട്ട് ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് കിട്ടും. കമ്പനി അത് മുഴുവനായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മുഴുവനായിട്ട് P&L അക്കൗണ്ടിൽ ഒന്നും എഴുതാനില്ല, നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്കുള്ളത് സൺട്രി ഡെപ്റ്റേഴ്സാണ്, സ്റ്റോക്ക് അതൊക്കെയാണ് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യം സൺട്രി ഡെപ്റ്റേഴ്സ് എഴുതാം. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നോക്കുക. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 32,000 ആണ്, 32,000. ആ 32,000 എമൗണ്ട് എഴുതുക ഇന്നർ കോളത്തിൽ. കാരണം ന്യൂ പ്രൊവിഷനും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സൊക്കെ കുറയ്ക്കാനുള്ള. സൺട്രി ഡെപ്റ്റേഴ്സ് ലെസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ ഫോർ DD. ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷനാണ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ 1,600 ആണ്. ഇപ്പോൾ 30,400. ഈ 30,400ൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കണ്ടത്. അപ്പോൾ ലെസ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള 608 രൂപയാണ്. 608 608 രൂപയാണ്. അത് കുറയ്ക്കുക. അപ്പോൾ 29,792. 29,792 ആണ് നമുക്ക് വന്നിട്ടുള്ള എമൗണ്ട്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. സ്റ്റോക്ക് ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസിനകത്താണ് തന്നിട്ടുള്ള സ്റ്റോക്ക്. അത് കാരണം സ്റ്റോക്ക് ഓൺ 31st December 2018 ആണ്. ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എടുക്കാൻ ചില കുട്ടികൾ തയ്യാറാവും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് മാത്രം എഴുതുക എന്നുള്ളതാണ്. ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ട്രയൽ ബാലൻസിലുള്ള ഐറ്റം ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഇവിടെയാണ് വരിക. സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അവിടെയുള്ള ഓരോ അസറ്റുകൾ എടുത്ത് എഴുതാം. അസറ്റുകൾ എടുത്ത് എഴുതി ഡിപ്രീസിയേഷൻ ഉണ്ടോ നോക്ക്. ഇതിൽ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ മറ്റ് അസറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് അസറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 23,000. പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞ് ബിസിനസ് പ്രെമിസസ് 34,000. അപ്പോൾ ഇത്രയായ അസറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി അത് ഇനിയൊന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 3, 6, 9. ഓക്കെ. ഇനി ലയബിലിറ്റി സൈഡാണ്. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എഴുതി. ഇനി നമ്മുടെ വർക്ക്സ് മാനേജേഴ്സ് കമ്മീഷനുണ്ട്. ഈ വർക്ക്സ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന കമ്മീഷനാണ്. അപ്പോൾ അതൊരിക്കലും അത് കൊടുത്തിട്ടുണ്ടാവില്ല. അത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഔട്ട്സ്റ്റാൻഡിങ്. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 885 ആണ്. 885. ഇനി അടുത്തതൊരു റിസർവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, ഇനി ബിൽസ് പേബിൾ എഴുതാം.
ബിൽസ് പേബിൾ ഉണ്ട്, ബിൽസ് പേബിൾ 6000 ആണ്. 6000. Then sundry creditors. ഈ സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതുമ്പോൾ റിസർവ്സ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഈ ക്വസ്റ്റ്യനിലില്ല. സൺട്രി ക്രെഡിറ്റേഴ്സ് 10,500. 10,500. ഇനി ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ എഴുതുന്നതിനേക്കാൾ മുൻപായിട്ട് നമുക്കൊരു റിസർവ് ഉണ്ട്. റിസർവ് ട്രാൻസ്ഫേർഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് റിസർവാണ്. അത് 272. 272. ഇനി നമുക്ക് ക്യാപിറ്റൽ എഴുതാം. ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 86,000. 86,000. ഇനി ഇതിനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ടത്. ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 6535. 6535. $92,535. 92,535 വരുന്ന ആ എമൗണ്ടുകളൊന്ന് ചെക്ക് ചെയ്യണം ആഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് 92,535. ഇനി ലെസ് ഡ്രോയിങ്സ്. ഇവിടെ ഡ്രോയിങ്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ നേരത്തെ ക്യാപിറ്റൽ തന്നിട്ടുള്ളതിൻ്റെ തൊട്ട് താഴെ തന്നിട്ടുണ്ട് ഡ്രോയിങ്സ് 5,000 ആണ്. അപ്പോൾ ഡ്രോയിങ്സ് 5,000 എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ഡ്രോയിങ്സ് ആണ് 5,000. ഇനി അതിൻ്റെ കൂടെ ഇൻകം ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ്മെന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് അടച്ച പൈസയാണ്. ഇൻകം ടാക്സ് ഏറ്റവും അവസാനം ഏറ്റവും താഴെ ഒരു 2,000 ഇൻകം ടാക്സ് ഉണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി 7,000 ആണ് കൊടുത്തിട്ടുള്ളത്. 5, 3, 5. $85,535. ഇനി നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കാം. ഇനി ടോട്ടൽ ചെയ്യാം. ടോട്ടൽ വരുന്നത് 1,03,692. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനും ചെക്ക് ചെയ്യുന്നുണ്ട്. 1,03,692. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ഇൻകം ടാക്സ് പോലെയുള്ള പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ബാലൻസ് ഷീറ്റിൽ വരുന്നില്ല. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരുപാട് പുതിയ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നോക്കുക, പഠിക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.